ബിറ്റ് കോയിൻ കില്ലർ എന്നൊക്കെ പറഞ്ഞ ഒരു തവണ വന്നിട്ടുള്ള ഒരു കോയിനായിരുന്നു ശരിക്കും വൺ കോയിൻ. ആ സമയത്ത് ഭയങ്കരമായിട്ട് അവർ ഫേക്ക് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തും പലരെയും വൺ കോയിനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെ. അതുപോലെ ഒരു നെക്സ്റ്റ് ഒരു വൺ കോയിനിലേക്ക് ആളുകൾ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്യാൻ? ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഗ്യാരണ്ടീഡ് റിട്ടേൺസ് പ്രോമിസ് ചെയ്യുന്ന എന്തും ജസ്റ്റ് അവോയ്ഡ്. അതായത് ഇത് ഇപ്പോൾ നാളെ റിലയൻസിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് പീപ്പിൾസ് ഇമോഷൻ. നാളെ രാവിലെ എനിട്ടിട്ട് ഹൗ വിൽ ഐ ഫീൽ എന്നുള്ളത് ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. സോ ഗ്യാരണ്ടി റിട്ടേൺ ആര് തന്നാലും അത് അവോയ്ഡ് ചെയ്യുക. ലൈക്ക് നമ്പർ ഓഫ് കേസസ് ഉണ്ട് നമ്മൾ ആക്ച്വലി വിഷമം തോന്നുന്ന ലെവൽ ഓഫ് ഫുൾ സമ്പാദ്യം, അത് 10 വർഷം 15 വർഷം ഉണ്ടാക്കിയത് ഫുള്ള് ഇന്നാൾ പറഞ്ഞു ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര കിട്ടും. പിന്നെ എസ്പെഷ്യലി ഇപ്പോൾ വാട്സാപ്പിലും ഇതിലൊക്കെ ഇഷ്ടം പോലെ ഇതുണ്ട്. സോ അത് ഒരു കാര്യം. പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അടുത്ത ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അത് ഈ അടുത്ത സ്വർണം ഇല്ലാത്ത പോലെയാണ്.